പത്തനംതിട്ട കടമനിട്ടയിലുള്ള പടയണി മ്യൂസിയം അനുഷ്ഠാന കലാരൂപങ്ങളുടെ പഠന കേന്ദ്രമായി മാറുന്നു. പടയണിയെ അടുത്തറിയാനും ഗവേഷണം നടത്താനും സഹായകമാകും വിധമാണ് മ്യൂസിയത്തിന്റെ പ്രവർത്തനം. ഇക്കഴിഞ്ഞ ഏപ്രിൽ 16-നാണ് മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത്. പടയണിയിലെ വലിയ കോലങ്ങളായ ഭൈരവി, കാഞ്ഞിരമാല, മാടൻ, മറുത, യക്ഷിക്കോലങ്ങൾ, പക്ഷിക്കോലങ്ങൾ, കാലൻ, കോലത്തിന്റെ വാള്, പടയണിയുടെ വാദ്യങ്ങൾ, കോലം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന നിറങ്ങൾ, ചായക്കോലുകൾ തുടങ്ങിയവയെല്ലാം മ്യൂസിയത്തിലുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കടമനിട്ട പടയണിയിലുള്ള എല്ലാ വേഷങ്ങളെയും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഒപ്പം ഇതിൻ്റെ എല്ലാം ചുരുക്ക വിവരണങ്ങൾ നമ്മൾ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഒരു ഒന്നാം ഘട്ടം എന്നുള്ള നിലയിലാണ്. തന്നെയല്ല, ഇതിന് ആവശ്യമായിട്ടുള്ള കോലങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് പടയണിക്ക് ഉപയോഗിക്കുന്ന കോലങ്ങളുടെ അതേ സമ്പ്രദായത്തിൽ തന്നെ അതിനുപയോഗിക്കുന്ന അതേ വസ്തുക്കൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് പച്ചപ്പാളയ്ക്ക് പകരം പാള ഉണക്കി സംസ്കരിച്ചെടുത്തിട്ട് പ്രകൃതിദത്ത വർണ്ണങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കോലങ്ങളെല്ലാം തയ്യാറാക്കിയിട്ട് ആ കോലങ്ങളാണ് നമ്മളിവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. പടയണി ഇല്ലാത്ത കാലത്തും പടയണിയെ അറിയാനും പഠിക്കാനുമുള്ള ഉദ്ദേശമാണ് പടയണി മ്യൂസിയം. ഇതിൽ വരാത്ത വേഷങ്ങൾ അല്ലെങ്കിൽ കോലങ്ങൾ, അതിൻ്റെ ഘടന എങ്ങനെയാണോ അതിനെപ്പറ്റി നമ്മളിതിനകത്ത് കാണിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ പടയണി സമ്പ്രദായങ്ങളിലുള്ള വൈവിധ്യതകളെ പറ്റിയുള്ള സൂചനകൾ നമ്മളിവിടെ അതിനുള്ള ആലേഖനം ചെയ്ത കാര്യങ്ങൾ ഇവിടെ അല്ലെങ്കിൽ ഫോട്ടോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചേർത്ത് വയ്ക്കുക. അങ്ങനെ അതുപോലെ തന്നെ ഈ കോലമെടുത്ത് വരുന്ന നമ്മൾ പടയണിക്ക് കോലം വരുന്ന ഒരു ഘോഷയാത്രയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീതിയൂടെ നമുക്കിവിടെ ലഭിക്കണം. കൂടുതൽ വിപുലീകരണവും മ്യൂസിയത്തിൽ ഒരുക്കുന്നുണ്ട്. ഇനി മിനിയേച്ചറുകൾ ഉണ്ടാവണം. ഈ കോലങ്ങളുടെയൊക്കെ ഓരോ ആംഗിളുകളിൽ നമ്മൾ നിന്നതിന് അത് വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാവം നമുക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ചെറിയ ചെറിയ മാതൃകകൾ ഇതിനുള്ളിൽ വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ എഴുത്തുവരവിൻ്റെ എല്ലാ മേഖലയും കൂടെ ചേർത്ത് ഒരു ചുട്ടുവെളിച്ചത്തിൽ പടയണി കോലങ്ങൾ എങ്ങനെയാണോ രാത്രി പടയണിക്കളത്തിൽ എത്തുന്നത് ആ ഒരു അനുഭവം നമുക്ക് ഇതിനകത്തുനിന്ന് ലഭിക്കണം. ആ രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. 2007-ലാണ് 3.5 ഏക്കറിൽ പടയണി ഗ്രാമത്തിനായി പണി തുടങ്ങിയത്. കടമനിട്ട ഗോത്ര കലാകളരിയുടെ നേതൃത്വത്തിലാണ് മ്യൂസിയത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ജനം, പത്തനംതിട്ട.